ഇടിയഞ്ചക്ക ഇടാൻ പോവാണ്. അപ്പോൾ കോണിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ചെരിച്ച് ഇങ്ങനെ കുത്തണം, ഇല്ലെങ്കിൽ മറിഞ്ഞു വീഴും. അപ്പോൾ ഇതാണ് വരിക്കപ്ലാവ്. ഇതുണ്ടോ, ഇത് ഏകദേശം പാകാണ്. ഇതും കണ്ടോ, ഇതൊന്നും ശരിയായിട്ടില്ല. നമ്മൾ ഇത്തിരി വലിപ്പം കൂടി തന്നെ എടുക്കണം. അപ്പൊ സബിത ഉണ്ട് അവിടെ. സബിത പറഞ്ഞത് നല്ല പാകത്തിനുള്ളതാണ്. ഈ വലുത് മുറിച്ചെടുക്കാൻ പറഞ്ഞ കാരണം ഇത് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. കണ്ടോ. അപ്പോൾ ഭക്ഷണ രീതികളൊക്കെ നമ്മൾ ഭാര്യമാരോട് ചോദിച്ചു കഴിഞ്ഞാലാണ് കറക്റ്റ് അറിയുള്ളൂ. അവർക്കാണ് ഇതിൻ്റെയൊക്കെ പരിചയം. അടിപൊളി കായാണ്. കണ്ടോ. ഓ, പശ പോണ നോക്കിയേ. ഇതൊരു 15 കിലോയെങ്കിലും വരുന്നൊരു ചക്കയാണ്, കണ്ടില്ലേ. പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾക്ക് ഇടിയൻ ചക്കയായിട്ട് ഇതിന്റെ കുരു, മടല്, ചവുണി, കൂഞ്ഞ എല്ലാം തിന്നാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് സബിതയ്ക്ക് കൊടുക്കണം. അതാണ് എൻ്റെ പണി. അപ്പൊ ഇതെന്റെ പറമ്പിന്റെ തെക്കേ അറ്റത്ത് നിക്കണം. അപ്പൊ ഇതുപോലെ മുറ്റത്തൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യണ്ട. അല്ലെങ്കിൽ പിന്നെ അടുക്കളയിൽ മുഴുവൻ ചക്ക, ചവണി, പശ, ഈച്ച ഇതൊക്കെയാവും. അപ്പൊ ഉണ്ടോ, ഞാൻ ഈ തടിയും വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇത് റൗണ്ട് ഷേപ്പിലാണ് വെട്ടുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ മുറിക്കാം, എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. ഇവിടെ കുറേശ്ശെ തേനീച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ വെളിഞ്ഞ് ഇങ്ങനെ ഒരു ഇല എടുത്തിട്ട് തുടച്ച് കളയണം, അല്ലെങ്കിൽ കയ്യമ്മ മുഴുവനാവും. അപ്പോൾ നമ്മൾ ഈ പലയമ്മ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ മുള്ള് അരിഞ്ഞളയണം. മുള്ള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടലുമ്മയുള്ള ഇതുകൾ. അപ്പോൾ കണ്ടോ, ഒരു ചെറുതാക്കി ഒന്ന് അരിയന് കട്ടി. കണ്ടോ, 1 ഇഞ്ച് വണ്ണം. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കൊടുത്ത് നമ്മൾ ഭാര്യനെ സഹായിച്ചു കൊടുത്താണെങ്കിലേ പെട്ടെന്ന് നല്ല ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കൊന്നൊക്കെ ഭയങ്കര മടിയാണ് ഈ ചക്ക വെട്ടിയിട്ട് ഇടിയൻ ചക്ക ഉണ്ടാക്കാനായിട്ട്. കാരണം അപ്പോൾ ഇതിൻ്റെ വെളിഞ്ഞീൻ, പശ, കൈമയൊക്കെ ആകും. അതുകൊണ്ട് പിന്നെ കുറച്ച് പണിയാണിത്. ചക്ക ഇട്ട് കൊണ്ടുവരണം, ക്ലീൻ ചെയ്യണം. ഇതൊക്കെ കാരണം മിക്കവാറും വീടുകളിൽ നിന്ന് ഇടിയൻ ചക്ക ഉണ്ടാക്കില്ല. അപ്പോൾ ഇത്രയ്ക്കും ഒരു അരമണിക്കൂർ എനിക്ക് പണി. ചക്ക ഇടലും കട്ട് ചെയ്ത് കൊടുക്കണം. ഇനിയെല്ലാം സബിത നോക്കിയോളും. നമുക്കപ്പോൾ അടിപൊളി ഭക്ഷണം, എത്ര തിന്നാലും മതിയാവില്ല. അതോടൊപ്പം എത്രയോ വിറ്റാമിൻ ABCDEFG
കണ്ടില്ലേ? ഇനി ഇഷ്ടം പോലെ 26 അക്ഷരങ്ങളുടെയും വിറ്റാമിനുകൾ ഈ ചക്കയിൽ അടങ്ങിയിരിപ്പുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇടിയൻ ചക്ക ഇടുക, വീട്ടിലെ അമ്മേനെ സഹായിക്കുക, അല്ലെങ്കിൽ പെങ്ങളെ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി ഫുഡ് കഴിക്കാം. സ്വല്പം വെള്ളം ഉണ്ടായിക്കോട്ടെ, അപ്പോൾ അത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതാവോ. പക്ഷേ ഇടിയൻ ഇടിയൻ അപ്പം നമ്മളുടെ ഇടിയൻ ചക്ക വളരെ സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പ്ലേറ്റിൽ കോരിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മതി.
അപ്പം ഇന്ന് മറ്റുള്ള ഭക്ഷണങ്ങളൊന്നുമില്ല, ഇത് മാത്രം.